വിവരവിനിമയ സാങ്കേതിക വിദ്യ സ്റ്റാൻഡേർഡ് 9. 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം പോസ്റ്റർ ചിത്രങ്ങൾ. പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടക്കുന്ന ഫലോത്സവത്തിൻ്റെ ഫ്രൂട്ട് ഫെസ്റ്റിവൽ പ്രചരണത്തിനായി കമ്പ്യൂട്ടറിൽ പോസ്റ്റർ തയ്യാറാക്കുന്നതിനുള്ള ആലോചനയിലാണ് സാറയും കൂട്ടരും. നിറം, ചിത്രങ്ങൾ, സന്ദേശം, അവയുടെ ക്രമീകരണം എന്നിവയെല്ലാം പോസ്റ്ററിൽ പ്രധാന ഘടകങ്ങളാണല്ലോ. വിഭവങ്ങൾ എത്ര ആകർഷകമായി അവതരിപ്പിക്കുന്നു എന്നതാണ് പോസ്റ്ററിൻ്റെ ഫലപ്രാപ്തി നിശ്ചയിക്കുന്നത്. ഇമേജ് എഡിറ്റിംഗ്. സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ഒരു ചിത്രത്തിൻ്റെ രൂപഭാവങ്ങൾ മെച്ചപ്പെടുത്തുകയോ മാറ്റുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് ഇമേജ് എഡിറ്റിംഗ്. ചിത്രത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നീക്കം ചെയ്യുക, പുതിയ ഭാഗങ്ങൾ ചേർക്കുക തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് ചെയ്യാനാവും. നോക്കൂ, ഫലോത്സവത്തിൻ്റെ പ്രചാരണത്തിനായി ഇത്തരമൊരു പോസ്റ്ററാണ് സാറയുടെ ഗ്രൂപ്പ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പോസ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പഴവർഗ്ഗങ്ങളുടെ ചിത്രങ്ങൾ, അതുപോലെ 2 ബോട്ടിലുകൾ, അക്ഷരങ്ങൾ, ഇവിടെ ഫ്രൂട്ട് ഫെസ്റ്റ് എന്നും നാച്ചുറൽ ക്ലബ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ വിവിധ ഷേപ്പുകൾ, ഇവിടെ സർക്കിൾ, ഒരു പാർഷ്യലായിട്ടുള്ള ഒരു വൃത്തമൊക്കെ നൽകിയിട്ടുണ്ട്. അക്ഷരങ്ങളും ചിത്രങ്ങളും പശ്ചാത്തലവുമെല്ലാം ഉചിതമായി ക്രമീകരിക്കുമ്പോഴാണ് ആശയവിനിമയ സാധ്യതയുള്ള ഒരു പോസ്റ്റർ തയ്യാറാവുന്നത്. ചിത്രങ്ങൾ വരയ്ക്കാനും എഡിറ്റ് ചെയ്യാനും പോസ്റ്റർ, ബാനർ, കൊളാഷ് തുടങ്ങിയ ഗ്രാഫിക് ഉൽപ്പന്നങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നമ്മെ സഹായിക്കുന്ന ക്രിറ്റ എന്ന സോഫ്റ്റ്വെയർ നിങ്ങൾ മുൻ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ക്രിറ്റ സോഫ്റ്റ്വെയർ പോലെ ഗ്രാഫിക് ഡിസൈനിങ് ജോലികൾക്ക് വളരെയധികം സഹായകമായ ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ് ജിംബ്, ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം, ജിംബ്. ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നാണ് ആദ്യകാലത്ത് ജിംബ് അറിയപ്പെട്ടിരുന്നത്. കാലിഫോർണിയ സർവകലാശാലയിലെ സ്പെൻസർ കിംബൽ, പീറ്റർ മാറ്റിസ് എന്നീ വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠന പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് ഇതിന് തുടക്കം കുറിച്ചത്. 1992 ഇത് ഗ്നു പദ്ധതിയുടെ ഭാഗമായതോടെ ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്ന പേരിൽ അറിയപ്പെട്ടു. വിൽബർ. ജിംബിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് വിൽബർ. ഈ ലോഗോ 1997 സെപ്റ്റംബർ 25 ട്യൂമാസ് കുസ്മാനൻ എന്ന ഫിൻലാൻഡുകാരൻ ജിംബിൽ തയ്യാറാക്കിയതാണ്. ജിംബ് ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലൊരു പോസ്റ്റർ തയ്യാറാക്കാം. ഇതിനുവേണ്ടി നമുക്ക് ജിംബ് സോഫ്റ്റ്വെയർ ഒന്ന് തുറക്കാം. താഴെ കാണുന്ന ഈ ഷോ ആപ്ലിക്കേഷൻസ് എന്ന ഈ കുത്തുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് ടു സെർച്ച് എന്ന ഈ വിൻഡോയിൽ നമുക്ക് ജിംബ്, GIMP എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ജിംബിൻ്റെ ഐക്കൺ വന്നത് കാണാം. ഇതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജിംബ് സോഫ്റ്റ്വെയർ ജാലകം തുറന്നു വന്നിരിക്കുന്നു. ഇനി നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ഒരു പ്രതലം വേണം. അതിന് നമ്മൾ ക്യാൻവാസ് എന്നാണ് പറയുക. ഇവിടെ ഒരു പുതിയ ക്യാൻവാസ് തുറക്കുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. ഫയൽ മെനുവിൽ ന്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുറന്നു വരുന്ന ഒരു ജാലകമാണിത്. ഇവിടെ ഇമേജ് സൈസ്, വിഡ്ത്ത്, ഹൈറ്റ് എന്ന ഭാഗത്ത് നമുക്ക് ആവശ്യമായ ഒരു വലുപ്പം നൽകണം. ടെക്സ്റ്റ് ബുക്കിൽ അത് വിഡ്ത്ത് 600 എന്നും ഹൈറ്റ് അല്ലെങ്കിൽ വീതി 400 എന്നും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 600 വിഡ്ത്തും 400 ഹൈറ്റുമുള്ള ഒരു ക്യാൻവാസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. പിക്സലുകൾ. ഇവിടെ ഇമേജ് സൈസ് നൽകിയപ്പോൾ 600 400 px പിക്സൽ എന്നാണ് ഇതിൻ്റെ യൂണിറ്റായിട്ട് നൽകിയിട്ടുള്ളത്. ഒരു ഡിജിറ്റൽ ചിത്രത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് പിക്സൽ. പിക്ചർ എലമെൻ്റ് എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് പിക്സൽ. പിക്സലുകളുടെ എണ്ണം കൂടുന്തോറും ചിത്രത്തിൻ്റെ ഗുണനിലവാരം കൂടും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇമേജ് സൈസ് എന്നുള്ളിടത്ത് ഈ വിഡ്ത്തും ഹൈറ്റും കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ചിത്രത്തിൻ്റെ ക്ലാരിറ്റി കൂടും. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാൻവാസ് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ജിംബിൻ്റെ പ്രധാന ജാലകം. ഇതിൽ
ക്രിറ്റ സോഫ്റ്റ്വെയറിൽ പരിചയപ്പെട്ടതുപോലെ തന്നെ ഇടതുഭാഗത്തായി വിവിധ ടൂളുകൾ നമുക്ക് ഈ ടൂൾ ബോക്സിൽ കാണാൻ കഴിയും. അതുപോലെ വലതുഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ ലെയർ ബോക്സും അതുപോലെ ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള വിവിധ ബ്രഷ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ബ്രഷിൻ്റെ വിവിധ ടിപ്പുകൾ എന്ന രൂപത്തിൽ ലെയർ അതുപോലെ ചാനൽസ് എന്നിവയൊക്കെ നമുക്ക് റൈറ്റ് സൈഡിലും കാണാം. ക്രിറ്റ സോഫ്റ്റ്വെയറും ജിംബ് സോഫ്റ്റ്വെയറിൻ്റെയും ഒരു താരതമ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ടൂളിൻ്റെ പേര് മൂവ് ടൂള്, അതിൻ്റെ ഉപയോഗം സ്ഥാനം ക്രമീകരിക്കുന്നതിന്. മറ്റൊന്ന് ബക്കറ്റ് ഫിൽ ടൂളാണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാം, നിറങ്ങൾ നിറക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ 1-2 ടൂളുകൾ, രണ്ടിലും പൊതുവായി വരുന്ന ചില ടൂളുകൾ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഈ ബ്രഷ് ടൂൾ നമുക്ക് ജസ്റ്റ് ബ്രഷ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ തരം ബ്രഷ് ടൂളുകൾ നമുക്ക് കാണാം. ഇവിടെ പെയിൻറ്റ് ബ്രഷ്, പെൻസിൽ, എയർ ബ്രഷ് എന്നിവ കാണാം. അതിൽ ഞാൻ പെയിൻറ്റ് ബ്രഷ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ബ്രഷിൻ്റെ ടിപ്പ് ഇവിടെ കാണാം. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ കഴിയും. അതിൻ്റെ ടിപ്പുകൾ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം, നമുക്ക് ഇഷ്ടപ്പെട്ട ടിപ്പാക്കി മാറ്റാം. അതുപോലെ ഇതിൻ്റെ സൈസും ബ്രഷിൻ്റെ സൈസും നമുക്കിവിടെ മാറ്റാൻ ഓപ്ഷനുണ്ട്. ഇവിടെ ഈ ഒന്നാമത്തെ ബ്രഷ് സൈസ് എന്ന ഈ ഭാഗത്ത് നമുക്ക് ഈ ബ്രഷിൻ്റെ സൈസ് മാറ്റാം. ഇപ്പോൾ ഇവിടെ സൈസ് 51 കാണുന്നത്. അത് നമുക്ക് കുറച്ച് ചെറിയ അളവുകളുള്ള ബ്രഷുകളാക്കി മാറ്റാം. അതുപോലെ ഇവിടെ ഈ ആക്റ്റീവ് ഫോർഗ്രൗണ്ട് കളർ എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട നിറവും സെലക്ട് ചെയ്യാൻ കഴിയും. ഇവിടെ റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു പ്രത്യേക ഭാഗം നമുക്കതിനെ സെലക്ട് ചെയ്യാം. കീബോർഡിൽ ഡിലീറ്റ് കീ അമർത്തി അത്രയും ഭാഗം ഡിലീറ്റ് ചെയ്യാം. സെലക്റ്റിൽ നൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സെലക്ഷൻ ഒഴിവാകും. മറ്റൊന്ന് എറേസർ ടൂളാണ്. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് മായ്ക്കാം. ഇതിൻ്റെ സൈസ് നമുക്ക് കൂട്ടിയതിന് ശേഷം ഈ എറേസർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് മായ്ക്കാനും കഴിയും. അതുപോലെ റെക്റ്റാങ്കിൾ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു നിറം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇത്തരത്തിലുള്ള നിറം സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്ത് ഇവിടെ ബക്കറ്റ് ഫിൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് നിറങ്ങൾ നിറക്കാൻ കഴിയും. സർക്കിളിൽ തന്നെ എലിപ്സ് സെലക്ട് ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് വൃത്താകൃതിയിലോ എലിപ്റ്റിക്കൽ രൂപത്തിലോ നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെയും ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങൾ ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ബക്കറ്റ് ഫിൽ ടൂളാണ് ഉപയോഗിക്കേണ്ടത്. ഇത്തരത്തിൽ ഈ വിവിധ ടൂളുകളുടെ പേരുകൾ എഴുതുകയും അതിൻ്റെ ഉപയോഗം എഴുതുകയും ചെയ്തുകൊണ്ട് ഈ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കുക. ഇവിടെ റൈറ്റ് സൈഡിൽ ലെയർ ബോക്സിൽ ബാക്ക്ഗ്രൗണ്ട് ലെയറിലാണ് നമ്മളിപ്പോൾ ഇതെല്ലാം വരച്ചിട്ടുള്ളത്.